പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിക്കുമ്പോൾ പാകിസ്ഥാന് എന്താ പറയുക, പാകിസ്ഥാനിലെ സൈന്യം ഒരു സൈനിക നേതൃത്വമോ പാകിസ്ഥാൻ ഭരണകൂടമോ മൂഢന്മാരോ വിഡ്ഢികളോ ഒന്നും അല്ലല്ലോ. കാരണം ഇന്ത്യയെ പോലെ വളരെ ശക്തമായൊരു മിലിറ്ററി പവറിനോട് ഏറ്റുമുട്ടിയാൽ, ഇന്ത്യ യുദ്ധം പ്രഖ്യാപിച്ചാൽ പാകിസ്ഥാൻ കീഴടങ്ങേണ്ടി വരും. പാകിസ്ഥാൻ്റെ അനുഭവം അതാണല്ലോ. 1965-ലും 1971-ലും 1999-ലും 3 യുദ്ധങ്ങളിൽ നമ്മൾ പാകിസ്ഥാനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ മിലിറ്ററി മൈറ്റിനോട് എതിരിട്ട് വിജയം കൈവരിക്കാം എന്നുള്ള വിശ്വാസമൊന്നും പാകിസ്ഥാനില്ല. പക്ഷേ പാകിസ്ഥാൻ ഈ അറ്റാക്കിന് തയ്യാറാകുന്നു. എന്തുകൊണ്ടാണ്? പാകിസ്ഥാൻ്റെ പിന്നിൽ അതിശക്തനായ ഒരു എതിരാളി കൂടിയുണ്ട്. അതാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രസംഗത്തിൽ നമ്മൾ എടുക്കേണ്ട ഒരു പിക്ക് എന്ന് പറയുന്നത്. അതായത് ബീഹാറിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഈ ടെററിസ്റ്റുകളെ മാത്രമല്ല അവസാനിപ്പിക്കുക, ടെററിസ്റ്റുകളെ ബാക്ക് ചെയ്യുന്ന ആളുകളെയും ഞങ്ങളുടെ ടാർഗറ്റാണ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഈ ടെററിസ്റ്റുകളെ ബാക്ക് ചെയ്യുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദി ഉദ്ദേശിക്കുന്നത് ഒരു സംശയവും വേണ്ട കേട്ടോ, ചൈനയാണ്. ചൈനയും പാകിസ്ഥാനുമായി കഴിഞ്ഞ 10 വർഷത്തിനകത്തുണ്ടായിട്ടുള്ള വളരെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള ബന്ധമുണ്ട്. അതൊരു ചെറിയ ബന്ധമൊന്നുമല്ല. 2019 മുതൽ 2023 വരെയുള്ള 5 വർഷക്കാലം ചൈന 40 രാജ്യങ്ങളിലേക്കാണ് ആയുധങ്ങൾ കയറ്റി അയച്ചിട്ടുള്ളത്. ആയുധങ്ങൾ വിറ്റിട്ടുള്ളത് 40 രാജ്യങ്ങളിലേക്കാണ്. ആ 40 രാജ്യങ്ങളിലേക്ക് ആയുധം വിറ്റപ്പോൾ ആ വിറ്റ ആയുധങ്ങളുടെ 82%, 82% വിറ്റിരിക്കുന്ന ആർക്കാണെന്നറിയാവോ? പാകിസ്ഥാനാണ്. ബാക്കി 39 രാജ്യങ്ങൾക്ക് ആകെ കൊടുത്തിട്ടുള്ളത് 18%. 82% മിലിറ്ററി വെപ്പൺസാണ് പാകിസ്ഥാന് ചൈന കൈമാറിയിരിക്കുന്നത്. വലിയ സ്ട്രാറ്റജിക്കലായിട്ടുള്ള അലയൻസ് പാകിസ്ഥാനും ചൈനയും തമ്മിലുണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഉണ്ടായിട്ട്